കേരളത്തെയും യുപിയാക്കാനുള്ള മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വേരുപിടിക്കാത്തതാണ് പിണറായി സർക്കാരിനോടും കേരള ജനതയോടുമുള്ള മോദി സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധത്തിന് കാരണം. എന്നാൽ ബി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങളെ കീടങ്ങളെ പോലെ ചവിട്ടി അരച്ചു കൊല്ലുന്ന ഭരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നത്. പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ അധികാരത്തിന്റെ ബൂട്ടിനടിയിൽ ചതഞ്ഞരയുന്ന സ്ഥിതിയിലേക്ക് രാജ്യം എത്തിയെന്ന് പറഞ്ഞ് CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ട് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലെ രഘുനാഥ്ഗാർ ഗ്രാമത്തിൽ പോലീസ് റെയ്ഡിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ കുടുംബത്തെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു അവർ. നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടും ന്യൂനപക്ഷങ്ങളോടും അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിന്റെ സമീപനമാണ് പോലീസ് കാടത്തത്തിലൂടെ പ്രകടമാകുന്നത്. ഇതിനെതിരെ നീതിക്കായി പ്രതികരിക്കണം. സാധാരണ തൊഴിലാളിയുടെ വീട്ടിൽ വനിതാ പോലീസ് ഇല്ലാതെ, വാറണ്ട് ഇല്ലാതെ സ്ത്രീകളെ അസഭ്യം പറയും, കുഞ്ഞുങ്ങളെ ചതച്ചരയ്ക്കുന്നു. BJP ഭരണത്തിൽ രാജ്യത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് വീട് അതിക്രമിച്ചു കയറിയ പോലീസ് റെയ്ഡിൽ പോലീസിന്റെ ബൂട്ടിനടിയിൽപ്പെട്ട് 1.5 മാസം പ്രായമുള്ള കുഞ്ഞും മരിക്കുന്നത്. പിതാവ് ഇമ്രാന്റെ പേരിൽ സൈബർ കുറ്റകൃത്യമുണ്ട് എന്നാരോപിച്ചായിരുന്നു അതിക്രമം. വെളുപ്പിന് വീടിന്റെ മതിൽ പൊളിച്ചെത്തിയ സംഘത്തിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഉമ്മ റാസിദയെ മുറിക്ക് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അകത്ത് കിടന്ന പോലീസുകാർ കട്ടിലിൽ കമ്പിളി പുതച്ച് കിടത്തിയിരുന്ന കുഞ്ഞ് അലിസ്ബായുടെ മുഖത്ത് ചവിട്ടി ഇമ്രാൻഖാനെ കടന്നു പിടിക്കുകയായിരുന്നു. വീണ്ടും കുഞ്ഞിനെ ചവിട്ടിയരച്ചാണ് പോലീസ് ഇമ്രാനെ കട്ടിലിൽ നിന്നും വലിച്ചു പുറത്തിറക്കിയത്. കുഞ്ഞിന്റെ മുകളിലാണ് ചവിട്ടിയതെന്ന് മനസ്സിലാക്കിയ പോലീസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. 3 പോലീസുകാരുടെ പേരിൽ കൊലപാതകത്തിന് FIR രജിസ്റ്റർ ചെയ്തു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമത്തിൽ പോലീസ് അതിക്രമം പതിവാണ്. എന്നാൽ കുഞ്ഞ് അപകടത്തിൽ എങ്ങനെയോ മരിച്ചതാണെന്നും പോലീസിന് പങ്കില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. പ്രസംഗിക്കാനല്ല, കുടുംബത്തെ കാണാനും നീതിക്കായുള്ള പോരാട്ടത്തിൽ ഒപ്പം ഉണ്ടാകാനുമാണ് എത്തിയതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. വീട്ടിലെത്തിയ അവർ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച് സഹായം ഉറപ്പാക്കി. CPIM MP ഇമ്രാൻ ഖാൻ ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തുമെന്നും നീതി കിട്ടും വരെ പോരാടുമെന്നും ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. എവിടെ സഹായം ആവശ്യമാണോ അവിടെ നിങ്ങൾ എത്തിച്ചേരുമെന്ന് ബൃന്ദ കാരാട്ടിനോട് ഗ്രാമവാസികൾ പറഞ്ഞു. CPIM രാജസ്ഥാൻ സംസ്ഥാന സെക്രട്ടറി കിഷൻ പരീഖ്, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം സുമിത്ര ചോപ്ര, അൽവാർ ജില്ലാ സെക്രട്ടറി റൈസ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കൊല്ലും കൊല്ലയും BJP സർക്കാർ ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ സംഭവമല്ല. പാവപ്പെട്ട മനുഷ്യനെ അധികാരത്തിൽ ഇല്ലാതാക്കുന്നതിന് തെളിവ് നശിപ്പിക്കുന്നതും പച്ചയോടെ കത്തിക്കുന്നതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിരവധി സംഭവ സാക്ഷ്യങ്ങളായി. ഇതേ അവസ്ഥയിലേക്ക് കേരളത്തിനെ കൂടി ചവിട്ടി താഴ്ത്താനുള്ള ദുഷ്ടലാക്കുമായാണ് കേരളത്തിലേക്ക് അധികാരം സ്ഥാപിക്കാൻ BJP അണികളെ പടച്ചുവിടുന്നത്. അധികാര കൊതിക്ക് മുന്നിൽ അടിയറവ് വെക്കാൻ കേരളത്തിലെ ജനങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പിണറായി സർക്കാരിന് പിന്നിൽ അണിനിരക്കുന്നത്.